പണ്ടുള്ളവർ പറയും നിന്ന് പെടുക്കുന്ന അപ്പൻ്റെ മോൻ നടന്നു പെടുക്കും. അങ്ങനെ നടന്നു പെടുക്കും എന്ന് പറഞ്ഞ കണക്കാണ് മോനും. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മൾ പുതിയൊരു ടോപ്പിക്കായി വന്നേക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞു കാണും, ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലിക്കൽ തുടങ്ങിയവരെ ED റെയ്ഡ് നടത്തിയ കാര്യം. ഭൂട്ടാനിൽ നിന്നും കാറുകൾ കടത്തിയതും വ്യാജരേഖകൾ ചമച്ചതുമായിട്ടുള്ള കാരണത്താലാണ് അവർക്ക് റെയ്ഡ് നേരിടേണ്ടി വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളുടെ ശാന്തിയുള്ള ദിനേശ് എത്താൻ താത്വികമായ ഒരു അവലോകനം നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ. ആ വീഡിയോ കണ്ടപ്പം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ആരും സ്കിപ്പ് അടിച്ച് പോകരുത്. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ലൊരു കാർ പ്രേമം ദുൽഖറിനും വരിക സ്വാഭാവികം. നീ വരുത്ത അപ്പത്തിനാണോ പഞ്ഞം എന്ന് പണ്ടുള്ളവർ ചോദിക്കും. ദുൽഖറിൻ്റെ വീട്ടിലും ഉണ്ട് ഗ്യാരേജ്. ആയിക്കോട്ടെ, ഗ്യാരേജോ വർക്ക്ഷോപ്പോ കല്യാണ മണ്ഡപം പോലെ കെട്ടി അതിൽ കെട്ടി തൂക്കിയിട്ട് എന്ത് വേണം ചെയ്യട്ടെന്നേ. ലുട്ടിലൊടുക്ക് കന്നഡ തെലുങ്ക് സിനിമകൾ മോശമല്ലാത്ത തുക കൊടുത്ത് വാങ്ങി മലയാളമാക്കി കളിച്ച് അരിക്കുള്ള അന്നത്തിനുള്ള വക തേടുന്ന കുറച്ച് പേരുണ്ട് മലയാള സിനിമയിൽ. എനിക്കറിയാം പലരെയും. ഇപ്പോൾ അതെല്ലാം കൂടി വലിയ വിലയ്ക്ക് വാങ്ങി മൊഴിമാറ്റി കളിച്ച് ദുൽഖർ ഇപ്പോൾ അതിലും കാശുണ്ടാക്കുന്നു. എന്നോട് ദൈന്യതയോടെ ഇത്തരം സിനിമകൾ വാങ്ങിച്ച് ഡബ് ചെയ്ത് തിയേറ്ററിൽ കളിച്ചിരുന്ന ഒരു മുതലാളിയാണ് എൻ്റെ പറഞ്ഞത്, നമ്മളെയൊക്കെ വയറ്റിലടിക്കുകയാണ് ചേട്ടാ ഈ ദുൽഖർ. അയാളും മമ്മൂട്ടിയും കൂടെ എത്ര ആയിരം കോടി ഉണ്ടാക്കി കാണും ചേട്ടാ. പക്ഷേ ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ പിടിച്ചിടുകയാണ്. നമ്മളൊരു 25 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം കൊടുത്ത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ പടം 60 ലക്ഷത്തിന് വാങ്ങിച്ച് ഡബ് ചെയ്ത് കളിക്കും. അതായത് പൈസ വന്ന് കയറുമ്പോൾ പിന്നെ എങ്ങനെയൊക്കെ പൈസ ഏതെല്ലാം വഴി കൂടെയൊക്കെ ഉണ്ടാക്കാമെന്നുള്ള ആക്രാന്തം കൊണ്ടായിരിക്കാം. എന്തിനായി ചേട്ടാ ഈ പയ്യൻ ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ പിടിച്ചിടുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പാവം സത്യത്തിൽ കഷ്ടം തോന്നി. പിന്നെ ബാബയേക്കാൾ വലിയ ബ്രാൻഡ് അംബാസഡറാണ്. നിറയെ പരസ്യങ്ങളും ഉദ്ഘാടനവും ഉണ്ട്. ഇങ്ങനെ എന്തെല്ലാം കിട്ടുമോ, ഏതെല്ലാം വഴിയിൽ കാശുണ്ടാക്കാമോ ആ വഴിയെല്ലാം പോകുന്നു പയ്യൻ. ആയിക്കോട്ടെ തന്നെ നമുക്ക് പറയാൻ പറ്റും. അവൻ്റെ ഒരു സ്ഥിരോത്സാഹം അല്ലെങ്കിൽ അവൻ്റെ ഒരു എന്താ പറയുക ആഗ്രഹമായിരിക്കാം. കേരളത്തിൽ യൂസഫ് അലി ബായിയേക്കാളും മോളിൽ പോകണമെന്ന് ചിലവും മനസ്സിൽ ആലോചിക്കുന്നതായിരിക്കാം. അവൻ ഒരു 1000-1500 കോടി ഉണ്ടാക്കിട്ടെന്നേ. അപ്പോൾ അതിനു വേണ്ടി അവൻ എന്തും ചെയ്യും, കൊച്ചു പയ്യനാണെങ്കിലും. പക്ഷേ അപ്പോഴും എനിക്ക് ദുൽഖറിനോട് പറയാൻ ഒരു കാര്യമുള്ളൂ. ഉച്ചയ്ക്ക് ദുൽഖറിന് ഒരിക്കലും 2 ഊണ് ഉണ്ണാൻ പറ്റില്ല. 4 കാറിൽ ഒന്നിച്ച് യാത്ര ചെയ്യാനും പറ്റില്ല. ഈ ഗ്യാരേജിൽ 50 കാർ വാങ്ങിച്ചിട്ടാലും ഒരു കാറിലെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലേ ദുൽഖറെ? 4 കാറിൽ ഒന്നിച്ച് യാത്ര ചെയ്യാൻ പറ്റുമോ? ഹോട്ടലിൽ കയറി 2 ഊണ് അല്ലെങ്കിൽ രാത്രിയുള്ള അത്താഴം 2 അത്താഴം ഒന്നിച്ച് കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. തമിഴിലെ സൂര്യ എന്ന് പറഞ്ഞ ശിവകുമാറിൻ്റെ മകനുണ്ടല്ലോ, സൂര്യയൊക്കെ കണ്ടു പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും മലയാളത്തിലെ ഒരു ആർട്ടിസ്റ്റിനോട് പറയില്ല. കാരണം അയാൾ ഒരു മണ്ടനാണ്. 100 കണക്കിന് തമിഴ് മക്കളെ എഞ്ചിനീയറിങ്ങിനും ഡോക്ടറാവാനും വക്കീലന്മാരാകാനും ഒക്കെ വർഷം തോറും കോടികൾ മുടക്കി സൂര്യ പഠിപ്പിക്കുന്നു. അതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ അയാൾ എവിടെയെങ്കിലും വെച്ച് കണ്ട കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണമെന്ന് തോന്നി. 100 കണക്കിന് തമിഴ് പാവങ്ങളെയാണ് അയാൾ വക്കീലാവാൻ LLBക്ക് പഠിപ്പിക്കുന്നു, ഡോക്ടറാവാൻ വേണ്ടി MBBSന് പഠിപ്പിക്കുന്നു, എഞ്ചിനീയറിങ്ങിന് പഠിപ്പിക്കുന്നു. അത്തരം സക്കാത്തുകളൊന്നും 5 നേരം നിസ്കരിക്കുന്ന ദുൽഖർ ചെയ്യണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ചെയ്യണ്ട. നേരത്തെ പറഞ്ഞ കണക്ക് സിനിമ കൊണ്ട് ജീവിക്കാൻ വക തേടുന്നതിൻ്റെ പാത്രത്തിൽ ദയവായി കൈയിട്ട് വാരായിരുന്നാൽ മതി എന്ന് ഞാൻ പറയാൻ വന്നത്, കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തെ ബാധിക്കുന്ന തരത്തിൽ ഭൂട്ടാൻ എന്ന കൊച്ചു രാജ്യത്ത് നിന്നും നിസാൻ അടക്കമുള്ള വലിയ വിലയുള്ള ആഡംബര കാറുകൾ നേരായ വഴികളിലൂടെ അല്ലാതെ ഇന്ത്യയിലെത്തിച്ച് അത് ഏജന്റന്മാർ വഴി സിനിമാക്കാർക്കും പുത്തമ്പണക്കാർക്കും വലിയ വിലയ്ക്ക് മറിച്ച് വിൽക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി നിരീക്ഷിച്ച് പിടിക്കാൻ തയ്യാറെടുത്തപ്പോൾ ആ ലിസ്റ്റിൽ ദുൽഖറും കയറിപ്പറ്റിയെന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ട് എനിക്ക് വലിയ സങ്കടം തോന്നി. ഈ പയ്യൻ എന്ത് പറ്റിയെന്ന്. നിസാൻ കാർ ഇറക്കണമെങ്കിൽ കൈ കാശില്ലാത്തതുകൊണ്ടാണോ? 30 കോടി മുടക്കിയവന് 250 കോടി കിട്ടാമെങ്കിൽ പ്രോപ്പർ വഴിയിലല്ലേ ഇറക്കാനല്ലേ? വലിയ മതിലും കൂറ്റം കയറ്റും വെച്ചാൽ ഫാൻസ് പിള്ളേർ കാണില്ലായിരിക്കും അതിനകത്ത് എന്തൊക്കെ നടക്കുന്നു. രഹസ്യാന്വേഷണ വിഭാഗം കാണുമെന്ന് ദുൽഖർ അറിഞ്ഞു കാണില്ല. ദുൽഖറിൻ്റെ വീട്ടിൽ കയറി എൻഫോഴ്സ്മെൻറ്റ് അല്ല കസ്റ്റംസുകാർ ചെകഞ്ഞ് 2 കാറുകൾ കിട്ടിയതും കൊണ്ട് അവർ മടങ്ങി. പിന്നാലെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും എത്തും, ED. അപ്പോൾ EDയും കൂടി കസ്റ്റംസ് പ്രിവെൻറ്റീവിൻ്റെ കൂടെ എത്തുമ്പോൾ ലോകയിൽ കിട്ടിയ കോടികളുടെ കണക്കും എങ്ങോട്ടൊക്കെ ചെലവിട്ടു എന്ന കണക്കും ഒക്കെ തപ്പുക സ്വാഭാവികമാകും. അപ്പോൾ കോളായിരിക്കും വരും ദിവസങ്ങളിൽ. പോണ്ടിച്ചേരിയിലെ കള്ള മേൽവിലാസത്തിൽ ടാക്സ് തട്ടാൻ സുരേഷ് ഗോപി കളിച്ച ലൊട്ടിലൊടുക്ക് കേസാവില്ല ഇത് എന്ന് ദുൽഖർ ആലോചിക്കണം. കാരണം
പോണ്ടിച്ചേരിയിൽ നിന്ന് കള്ള ഡ്രസ്സ് കൊടുത്ത് ടാക്സ് വെട്ടിക്കാൻ, സംസ്ഥാന സർക്കാരിൻ്റെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയാണ് സുരേഷ് ഗോപി അങ്ങനെ കള്ള ഡ്രസ്സ് കൊടുത്ത് പിടിച്ചത്. ഇത് പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ദേശീയ സുരക്ഷിതത്വ നിയമം ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഈ കേസിൽ. 39 വിദേശ കാറുകൾ ഇന്നലെ വരെ കസ്റ്റംസ് പൊക്കി. 150 മുതൽ 200 വാഹനങ്ങൾ വരെ ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കടത്തി എന്നാണ് കസ്റ്റംസിന്റെ അറിവ്. അതിൽ 39 എണ്ണം കേരളത്തിലാണ് വന്നിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് കടത്തിയത് 150, ഇവിടെ വന്നത് 39. ഇവയിൽ 90% കാറുകളുടെയും രേഖകൾ വ്യാജവും കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയതെന്നും കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. അടിമാലിയിൽ നിന്നും പിടിച്ചെടുത്ത ലാൻഡ് ക്രൂസിയർ തിരുവനന്തപുരത്ത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കാറായിരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ചു, സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് എന്തോ നടത്തുന്ന ഒരു തന്നെയാണ് കാർ. അവൻ ക്രൂസിയറൊക്കെയാണ് ഓടിക്കുന്നത്. നമ്മളിവിടെ എന്താ പറയുക, റേഷൻ വാങ്ങാനുള്ള കാശിന് വേണ്ടി പെടുന്ന പാടാലോചിക്കുമ്പോൾ വളഞ്ഞ വഴിയിലൊക്കെ പോയി കാശുണ്ടാക്കണം എന്ന് തന്നെയാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അമിത് ചക്കാലയ്ക്കൽ ഇങ്ങനെ ഒരു നടനെ മലയാള സിനിമയിൽ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നത് തന്നെ. എനിക്കറിയില്ല കേട്ടോ, ഈ അമിത് ചക്കാലയ്ക്കൽ എന്ന് പറഞ്ഞ നടൻ മലയാള സിനിമയിൽ ഏത് പടത്തിൽ ഏത് നായകൻ എന്ന് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ അറിയുന്നത് കസ്റ്റംസിൻ്റെ ഈ റെയ്ഡിലൂടെയാണ്. അവരന്വേഷിച്ച് കണ്ടുപിടിച്ചു. അപ്പോഴാണ് അറിയുന്നത്, ഞാൻ ഇയാളെ പറ്റി അന്വേഷിച്ചപ്പോൾ യുവം, സന്തോഷം, തേര്, ചിത്തിനി, പ്രാവ്, കുയില്, കാക്ക, പുലി, കടുവ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയോ തട്ടിക്കൂട്ട് സിനിമകളിലൊക്കെയാണ് ഈ പയ്യൻ അഭിനയിച്ചിട്ടുള്ളത്, അമിത് ചക്കാലയ്ക്കൽ. പക്ഷേ 75 ലക്ഷം രൂപയും 80 ലക്ഷം രൂപയൊക്കെയാണ് ശമ്പളം വാങ്ങുന്നതെന്ന് പറയുന്നു. ശരിയാണോന്ന് എനിക്കറിയില്ല. ഇനി അത് ബ്ലാക്ക് മണി വൈറ്റ് മണി ആക്കാനാണോന്നും എനിക്കറിയില്ല. നോക്കിയാൽ കേസ് കൊടുക്കുന്ന ഒരു പെണ്ണുമ്പിള്ള എറണാകുളത്തുണ്ടല്ലോ, എൻ്റെ പേരിലടക്കം കേസ് കൊടുത്തേ. ആ പെണ്ണുമ്പിള്ള ഇല്ല, പക്ഷെ ആ പെണ്ണുമ്പിള്ളയുടെ തന്തയാണത്രേ ഈ പയ്യന് ബാക്കിങ്. കസ്റ്റംസുകാർക്ക് വേണമെങ്കിൽ ഒരു തെളിവാണ് ഞാൻ ഈ പറയുന്നത്. എറണാകുളത്ത് നടിയായി വന്ന് നിർമ്മാതാവായി മാറി കാണുന്നവരുടെ പേരിലൊക്കെ കേസ് കൊടുക്കുന്ന ഒരു പെണ്ണുമ്പിള്ളയുടെ തന്തയാണ് ഈ അമിത് ചക്കാലയ്ക്കൽ എന്ന് പറഞ്ഞ ആളിന് ഇത്തരം വഴിവിട്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ ബാക്കിംഗ് എന്ന് പറയുന്നു. നിയമപരമല്ലാത്ത കാറുകൾ വാങ്ങിക്കാനും മറ്റും ഇയാളാണ് സപ്പോർട്ടെന്ന് പറയുന്നു. എന്തായാലും പാവം അയാളും കസ്റ്റംസിൻ്റെ ചട്ടിയിലായി. കസ്റ്റംസ് പിടിച്ചെടുത്ത കാറുകളിൽ 8 എണ്ണത്തിൽ 6 എണ്ണവും തൻ്റേതല്ല എന്നാണ് ഈ ചക്കാലയ്ക്കൽ ഇപ്പോൾ പറയുന്നത്. 2 എൻ്റെ എണ്ണം, അത് 8 എണ്ണം പിടിച്ചെടുത്തു. അപ്പോൾ പറയാണ് 8ൽ 6 എൻ്റെ അല്ല. താൻ കാറുകൾ നന്നാക്കാൻ കൊടുക്കുന്ന വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊണ്ടുവന്ന കാറുകൾ തൻ്റെ പേരിൽ കസ്റ്റംസ് കണക്കാക്കുന്നു എന്നാണ് ചക്കാലയ്ക്കൽ ഇപ്പോൾ പറയുന്നത്. അതെങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒരു നിസ്സാൻ കാർ, ലാൻഡ് ക്രൂസിയറിൻ്റെ ഒരു കാർ ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് പിടിച്ചപ്പോൾ വർക്ക്ഷോപ്പ് ഉടമയെങ്കിലും പറയാതിരിക്കും. അതായത് ഇനി ഇയാൾക്ക് വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാ, വർക്ക്ഷോപ്പ് ഉടമ ഉണ്ടെങ്കിൽ പറയും അത് മറ്റേ ചക്കാലയ്ക്കലിൻ്റെ ആണെന്ന് പറഞ്ഞു കാണില്ല. അങ്ങനെ ആയിരിക്കുമല്ലോ അവർ 8 കാറുകളുടെ എല്ലാം ജാതകം കൊണ്ടുപോകാന്ന് പറയണേ. എങ്കിൽ ആ കാറുകൾ ഈ പറഞ്ഞ കണ്ണുരുട്ടിയാൽ കേസ് കൊടുക്കുന്ന പെണ്ണുമ്പിള്ളയുടെ തന്തയുടെ പേരിലാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കസ്റ്റംസ് ആ വഴി നീങ്ങണമെന്ന് ഞാൻ പറയും. ഇവൻ്റെ പേരിലല്ല എങ്കിൽ, ഈ ചക്കാലയ്ക്കലിൻ്റെ പേരിലല്ലെങ്കിൽ ആ കണ്ണുരുട്ടുന്ന പെണ്ണുമ്പിള്ളയുടെ തന്തയുടെ പേരിലായിരിക്കും ഈ കാറുകൾ. അയാളാണ് ഇതിൻ്റെ മീഡിയേറ്റർ എന്ന് പറയുന്നു. വളഞ്ഞ വഴിയിലൂടെ പണമുണ്ടാക്കുക ഈ തന്തപ്പടിയുടെ ഒരു ശീലമാണ്. 100 അടിയും 150 അടിയൊക്കെ ഫിലിം പണ്ട് നെഗറ്റീവുകൾ ഷൂട്ടിങ്ങിനിടയിൽ ഒരു മാഗസീനിൽ 400 അടിയാണ് ചുറ്റുന്നത്. അപ്പോൾ അടുത്തെടുക്കാൻ പോകുന്ന സീനിന് 125 അടിയെങ്കിലും വേണ്ടി വരുമെന്ന് ക്യാമറമാന് തോന്നിയാൽ ബാലൻസ് എത്ര ഉണ്ടെന്ന് നോക്കുമ്പോൾ ആ മാഗസീനിൽ 100 ഉള്ളെങ്കിൽ അത് കറുത്ത പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചേക്കും. നമുക്ക് പിന്നെ കൊച്ചു ഷോട്ടുകൾ എടുക്കാൻ. മിക്കവാറും അത് എടുക്കാറില്ല. ക്യാമറമാൻ്റെ അസിസ്റ്റന്റുമാരോ അടിച്ചുകൊണ്ട് പോകലാണ് പതിവ്. ഈ ഫിലിം വാങ്ങി വിറ്റാണ് ഇയാൾ എന്താ പറയുക വഴിവിട്ട യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. പിന്നെ വഴിവിട്ട് പല വഴിവിട്ടുകളും നടത്തി കാശുണ്ടാക്കിയ മകാനാണ് ഈ തന്ത. കസ്റ്റംസ് ആ വഴിയൊന്ന് അന്വേഷിച്ചാൽ പിടി വീഴും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ചക്കാലയ്ക്കൽ ഈസിയായി ഊരിപ്പോവാൻ സാധ്യതയില്ല. ഈ റെയ്ഡിൻ്റെ അടുത്ത കക്ഷി ആര് എന്ന് ചോദിച്ചാൽ നമ്മുടെ പൃഥ്വിരാജാണ്. ജീവിതത്തിൽ കുറച്ച് പ്രിൻസിപ്പലും വ്യക്തിത്വവും നേരും നെറിയും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പൃഥ്വിരാജ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു പ്രിൻസിപ്പലിലൊക്കെ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അത് വെറും തോന്നൽ മാത്രമാണെന്ന് തോന്നിപ്പിക്കും ന്യൂഖോർ ഓപ്പറേഷൻ കാണുമ്പോൾ. പറയാൻ വിട്ടു, ഓപ്പറേഷൻ ന്യൂഖോർ എന്ന് ഈ അന്വേഷണത്തിന് പേരിട്ടത് ഭൂട്ടാനിലെ ന്യൂഖോർ എന്ന് പറഞ്ഞാൽ വാഹനം എന്നാണ് അർത്ഥം. പൃഥ്വിരാജിൻ്റെ വീട്ടിലും കസ്റ്റംസ് പ്രിവെൻറ്റീവ് റെയ്ഡ് നടത്തി. ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്ന് പറഞ്ഞ കണക്ക് കാറുകൾ കണ്ടു കിട്ടിയിട്ടില്ല. എന്നാൽ ലിസ്റ്റിൽ പൃഥ്വിയുണ്ട്. 2014 നിർമ്മിച്ച വാഹനം 2005 രജിസ്റ്റർ ചെയ്ത രേഖകൾ വരെ കസ്റ്റംസിൻ്റെ പക്കലുണ്ട്. കാർ നിർമ്മിച്ചത് 2014, പക്ഷേ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2005. എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇടനിലക്കാർ വഞ്ചിച്ചതാണെന്ന് തെളിയിക്കാനായാൽ ഗുരുതരമായ നിയമപ്രശ്നങ്ങളിൽ നിന്നും ഇവർക്കൊക്കെ ഊരാം. അറിഞ്ഞുകൊണ്ട് എത്തിച്ചതാണ് വാഹനം എങ്കിൽ
ഇത് ഞങ്ങളെ ഭൂട്ടാനിൽ നിന്ന് പട്ടാളവും പോലീസൊക്കെ ഉപേക്ഷിച്ച കാറുകൾ അവിടുന്ന് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് അതിർത്തിയിൽ പൈസ കൊടുത്ത് ഇന്ത്യക്കകത്താക്കി കള്ള രജിസ്ട്രേഷൻ ഉണ്ടാക്കി ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തരുന്നതെന്ന് പറഞ്ഞ് തന്നെയാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ അറസ്റ്റും വിചാരണയും ഒക്കെ ഉണ്ടാവാം. ഇന്ത്യൻ പട്ടാളത്തിൻ്റെയും ഇന്ത്യൻ അമേരിക്കൻ എംബസികളുടെയും ഒക്കെ പേരിൽ വ്യാജമായി രജിസ്റ്റർ ചെയ്ത് അവർ വിറ്റ വണ്ടികളാണെന്ന് വ്യാജ സീലും ഒപ്പമിറങ്ങിയ രേഖകൾ തയ്യാറാക്കിയിട്ടുള്ള തട്ടിപ്പും ഒക്കെ ഈ കാർ കച്ചവടത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. കേരളത്തിൽ മാത്രം 150 മുതൽ 200 വരെ ഇത്തരം ഭൂട്ടാൻ കാറുകൾ വന്നു എന്ന് പറയുമ്പോൾ ഈ ദേശവിരുദ്ധ തട്ടിപ്പിന്റെ ആഴം കൂടുന്നു. അപ്പൊ കേട്ടല്ലോ, ഇതിനകത്ത് പറയുന്നത് പോലെ തന്നെ അരി മേടിക്കാൻ 100 രൂപ ഒപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ പെടുന്ന പാട് നമ്മൾ ഉൾപ്പെടെ. ഇതിൽ ഈ കോടികളൊക്കെ ഉള്ളവർക്ക് വീണ്ടും വീണ്ടും ഇത്ര ആർത്തി എന്താണെന്നാ കാശിനോട്. എനിക്കൊന്ന് ഈ കാശുണ്ടാക്കുന്നവർ ഭയങ്കരമായ ലഹരിയാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും ഇവർക്കെല്ലാം സംഭവിക്കുന്നത്. എത്ര കിട്ടിയാലും മതി വരാത്തത്. അത് മാത്രമല്ല, ഈ സെലിബ്രിറ്റികളായിട്ടുള്ളവർക്ക് ഈ വാഹനങ്ങളോട് ഭയങ്കര കമ്പമാണ്. അതെന്താ കാരണമെന്നുള്ളതൊന്നും അറിയാൻ വയ്യ. അപ്പോൾ വിശദമായിട്ടുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബായ്. അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക്